ഹായ് നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ഇപ്പം നന്നായിട്ട് വരയ്ക്കാൻ അറിയണം എന്നൊന്നുമില്ല അല്ലേ? അറിയാൻ മേലാത്ത ഒത്തിരി പേരുണ്ട്. അതുപോലെ ആർട്ട് വർക്കുകളൊക്കെ ചെയ്യാൻ അറിയാൻ മേലാത്തതുമായിട്ടുള്ള ഒരുപാട് പേരുണ്ട് അല്ലേ? ബോട്ടിൽ ആർട്ടൊക്കെ ചെയ്യാനായിട്ട് അറിയാൻ വയ്യാത്ത ഒത്തിരി പേരുണ്ട് അല്ലേ? അങ്ങനെ ഒട്ടും വരയ്ക്കാൻ അറിയാൻ വയ്യാത്തവർക്ക്, അതായത് ബോട്ടിൽ ആർട്ടൊക്കെ ഒട്ടും അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത്. അറിയാവുന്നവരൊക്കെ സ്കിപ്പ് ചെയ്ത് വെക്കോളൂ കേട്ടോ. അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ടൊക്കെയുള്ള ഒരു വീഡിയോ ആണ് ഇത്. അതായത് നമ്മൾ ഈ ടെൻഷനൊക്കെ അടിച്ച്, അതായത് ഡിപ്രഷൻ അടിച്ച് ടെൻഷൻ അടിച്ചൊക്കെ ഇരിക്കുന്നവരൊക്കെ ഉണ്ടല്ലേ, ഇതുപോലെയുള്ള ബോട്ടിൽ ആർട്ടുകളും വർക്കുകളും ഒക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേന് ഒരു മൈൻഡ് ഒരു റിലാക്സ് ആകും, നല്ല റിലാക്സ് ആകും മൈൻഡ്. എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നൊരു കാര്യമാണ്. നന്നായിട്ട് മൈൻഡൊക്കെ റിലാക്സ് ആവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഒട്ടും ബോട്ടിൽ ആർട്ടൊക്കെ ചെയ്യാൻ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ്, വരയ്ക്കാനൊക്കെ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. എന്നെ മനസ്സിലായി കാണുമല്ലോ, ഒരു ബോട്ടിൽ ആർട്ടാണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായി കാണുമല്ലോ. അതിനായിട്ട് വേണ്ടത് ബോട്ടിൽ, പിന്നെ പെയിൻറ്റ്. കണ്ടല്ലോ, ഞാൻ എടുത്തിരിക്കുന്നത് ഒരു റെഡ് കളർ പെയിൻറ്റ്, പിന്നെ ഒരു ബ്ലാക്ക്, പിന്നെ ഒരു ബ്രൗൺ അല്ലെങ്കിൽ ഗോൾഡൻ കളറും ഒക്കെ എടുത്താലും നല്ലതാണ്. ഇങ്ങനെ കളറ് ഇങ്ങനെ 3 കളറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. കാണിച്ചു തരാവേ. നമുക്ക് ഈ ബോട്ടിൽ ഫുള്ള് റെഡ് കളർ ഇങ്ങനെ പെയിൻ്റ് അടിച്ചു കൊടുക്കാണ്. റെഡ് പെയിൻ്റ് അടിച്ചു കൊടുക്കാതെ ഇതിങ്ങനെ ഈ ബ്രഷ് കൊണ്ടൊക്കെ അടിച്ചു വരുമ്പോഴത്തേനൊരു സമയമാവും അല്ലേ? അതിന് പോലത്തെ കേട്ടോ, ഇതുപോലെ ഫുള്ള് ഇങ്ങനെ പെയിൻ്റ് അടിച്ചെടുക്കണേ, റെഡ് പെയിൻ്റ് അടിച്ചെടുക്കണേ. എന്നിട്ട് നമുക്ക് ഒരു കുറച്ച് സമയം വെയിലത്ത് വെച്ചൊന്ന് ഉണങ്ങിക്കൊണ്ട് വരാവേ. കണ്ടോ, റെഡ് പെയിൻ്റ് അടിച്ച ബോട്ടിൽ നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ടേ. പിന്നെ ഒരു കാര്യമുണ്ടേ, കാണിച്ചു തരാവേ. ഇതുണ്ടോ, ഇതുപോലെയുള്ള ഇലയല്ലല്ലോ, ഇലയെന്നൊക്കെയാണ് ശരിയാണ്. പക്ഷേ നമ്മൾ സംസാരിക്കുമ്പം ഇല എന്നൊന്നും പറയത്തില്ലല്ലോ, ഇല. ഞാൻ ഇങ്ങോട്ട് ഇലയെന്നൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇതുപോലത്തെ ഒരു ഇല എടുക്കുക. എന്നിട്ട് ഇതെന്നാ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാവേ. കാണിച്ചു തരാം. ഈ ഇല കണ്ടല്ലോ അല്ലേ? ആ ഇല ഇങ്ങനെ കുറച്ച് ഇങ്ങനെ തണ്ട് കൂട്ടി വേണം എടുക്കാനായിട്ടേ. അതെന്തിനാണെന്ന് കാണിച്ചു തരാവേ. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഏതെങ്കിലും ഒരു കളറ്, ഞാനിവിടെ എടുത്തിരിക്കുന്ന ഗോൾഡൻ കൂടിയ ഒരു കളറാണ്. ഗോൾഡൻ കൂടിയ ഒരു ബ്രൗണൊന്നും പറയാൻ പറ്റത്തില്ല, ഒരു ഗോൾഡൻ കൂടിയ ഒരു കളറാണ്. ഒരു ഗോൾഡൻ കൂടിയ ഒരു ബ്രൗൺ കളർ. ഓക്കെ, അതാണ് എടുത്തിരിക്കുന്നത്. എന്തിലോട്ടെ ഒരു നല്ലൊരു കളറും അതാണ് എടുത്തിരിക്കുന്നത്. ഇതിങ്ങനെ നമുക്കിങ്ങനെ ഇതിങ്ങനെ അടിച്ചു കൊടുക്കാമേ. ഇതിൻ്റെ നല്ല വശത്താണ്, ഇലയുടെ നല്ല ഭാഗത്താണ് അടിച്ചു കൊടുക്കേണ്ടത്. നല്ല വശത്ത് ഇതുപോലെ ഇങ്ങനെ നമുക്ക് അടിച്ചു കൊടുക്കാമേ. പെയിൻ്റ് അടിച്ചു കൊടുക്കാവേ, വരച്ചു കൊടുക്കാമെന്നല്ല, പെയിൻ്റ് അടിച്ചു കൊടുക്കാവേ. എന്നാൽ ഇതിൽ വരയ്ക്കുമല്ലോ അല്ലേ, നമ്മൾ പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുകയല്ലേ അല്ലേ? അതിൽ നമുക്ക് ഇങ്ങനെ പെയിൻ്റ് അടിച്ചു കൊടുക്കാമേ. നന്നായിട്ട് എല്ലാ ഭാഗത്തും നന്നായിട്ട് ഇങ്ങനെ പെയിൻ്റ് ചെയ്യണേ. ശകലം പോലും ഇങ്ങനെ ഇടയിടരുത്. ഇങ്ങനെ നല്ല ഫുള്ള് നന്നായിട്ട് ഉൾവശത്ത് ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? എന്നിട്ട് ഇതുകൊണ്ടൊരു കാര്യമുണ്ട്. ഈ ബോട്ടിൽ ഇങ്ങനെ കാണാമോ? ഇങ്ങനെ എടുക്കുക, എന്നിട്ട് ആ ബോട്ടിലിൻ്റെ മുകളിൽ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. കണ്ടോ, ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. നന്നായിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കണേ. കണ്ടല്ലോ അല്ലേ? ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണേ.
അതുപോലെ ബാക്കി എല്ലാ നമുക്ക് എത്ര വേണേലും ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഇതിനകത്ത് നമുക്ക് എത്ര ഡിസൈൻ ചെയ്യണോ അത്രയും നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഒരു 2-3 കൂടെ നമുക്ക് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാവേ. ഇതുപോലെ ഇതിൽ പെയിൻ്റ് അടിച്ച് നമുക്ക് ഇതുപോലെ ആ ബോട്ടിലിൽ നമുക്ക് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാവേ. നിങ്ങൾ ഇതുപോലെ ഒന്ന് ശ്രമിച്ച് നോക്കുന്നേ. ഒട്ടും വരയ്ക്കാൻ അറിയാൻ വയ്യാത്തവർക്കും ഒക്കെ എളുപ്പമായിട്ട് ഇങ്ങനെ ഇതുപോലെയുള്ള ബോട്ടിൽ ആർട്ടൊക്കെ ചെയ്യാൻ പറ്റുമെന്നേ. എനിക്കെന്നാ വരയ്ക്കാൻ അറിയാവുന്നത് കൊണ്ടാണോ? എനിക്കങ്ങനെ അത്ര നന്നായിട്ട് വരയ്ക്കാനൊന്നും അറിയത്തില്ലെന്നേ. എനിക്കും അങ്ങനെ വരയ്ക്കാനൊന്നും അറിയത്തില്ല. നമ്മൾ വിചാരിക്കുവേ നമ്മളെ കൊണ്ടൊന്നിനും കഴിയത്തില്ല എന്ന്, അല്ലേ? പക്ഷെ അങ്ങനെ അല്ലെന്നേ. നമ്മൾ വിചാരിച്ചാൽ നമുക്കെല്ലാം ചെയ്യാൻ പറ്റും. നമ്മളെ കൊണ്ട് പറ്റാത്തതായിട്ടൊന്നുമില്ല, അല്ലേ? അതിനായിട്ട് നമ്മൾ ശ്രമിക്കണം. നമ്മൾ ശ്രമിക്കാത്തത് കൊണ്ടാണ് നമുക്കൊന്നും പറ്റാതെ പോകുന്നത്. അതായത് ഒന്നും സാധിക്കാതെ പോകുന്നത്. പറ്റാതെ എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഇവിടുത്തെ ഈ നാട്ടുഭാഷയാണ് ഞാനീ പറയുന്നത്. എല്ലാവർക്കും മറ്റും അത് മനസ്സിലാവണമെന്നില്ല, എല്ലാവർക്കും മറ്റും അത് ഇഷ്ടപ്പെടണമെന്നില്ല, അല്ലേ? ഓരോ നാട്ടിലും ഓരോ സംസാര രീതികളല്ലേ, അല്ലേ? ഇതുപോലെ അതിൽ ഞാൻ ഇവിടോട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പുറത്തെ സൈഡിലോട്ട് ഒട്ടിച്ചു കൊടുക്കാതെ ഞാൻ നിവർത്തി നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കണേ. ഇച്ചിരി അറിഞ്ഞു പോയോ? സാരമില്ല. ഇങ്ങനെ വേണ്ട, ഇതുപോലെ നിവർത്തി നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കണേ. ഇങ്ങോട്ടിങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. അതുപോലെ മറ്റ് 2 ഇലയും കൂടെ, ഇനി 2 ഇലയും കൂടെ നമുക്ക് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാവേ. ഇനി നമുക്ക് ബ്ലാക്ക് പെയിൻറ്റ് ഇതുപോലെ ഇങ്ങനെ ഇതിൻ്റെ പുറത്ത് ഇങ്ങനെ അടിച്ചു കൊടുക്കാമേ. ഇങ്ങനെ കേട്ടോ. ഫുള്ള് നമ്മൾ ഈ ഇലയുടെ മുകളിൽ കൂടെ എല്ലാം അടിക്കണേ. നമ്മൾ ഒട്ടിച്ചിരിക്കുന്ന ഇലയില്ലേ അതിൻ്റെ മുകളിൽ കൂടെ എല്ലാം ഇതുപോലെ ഫുള്ള് നമ്മൾ ഈ ബോട്ടിൽ ഫുള്ള് ഇതുപോലെ ഈ ബ്ലാക്ക് പെയിൻറ്റ് നമ്മൾ അടിച്ചു കൊടുക്കണേ. അത് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഈ തണ്ട് നീളമുള്ള ഇലയെ എടുക്കാവുള്ള. ഈ ഒട്ടിച്ചിരിക്കുന്ന ഇലയുടെ മുകളിൽ കൂടെ എല്ലാം നമുക്കിതുപോലെ ഇങ്ങനെ ഈ ബ്ലാക്ക് പെയിൻറ്റ് നമുക്കിതുപോലെ അടിച്ചു കൊടുക്കാമേ. കണ്ടോ, നമ്മളിതുപോലെ ഫുള്ള് ബ്ലാക്ക് പെയിൻറ്റ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ആ ഇലയുടെ എല്ലാം ഒട്ടിച്ചിരിക്കുന്ന ആ ഇലയുടെ എല്ലാം മുകളിൽ കൂടെ നമ്മളിതുപോലെ മൊത്തം ബോട്ടിൽ ഫുള്ള് നമ്മൾ ബ്ലാക്ക് പെയിൻറ്റ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നമുക്ക് കുറച്ച് സമയം ഉണങ്ങാൻ വയ്ക്കാവേ. കണ്ടോ, ബോട്ടിൽ നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. കാണിച്ചു തരാവേ. കണ്ടോ, നമ്മൾ ആ ഇലയുടെ ആ തണ്ടില്ലേ, ആ തണ്ടിൽ ഇങ്ങനെ നിൽക്കില്ലേ, ആ തണ്ടിൽ ഇങ്ങനെ പിടിച്ച് നോക്കി മതി. കണ്ടോ, നല്ല ഭംഗിയില്ലേ? കാണാൻ പറ്റുന്നുണ്ടോ? നല്ല ഭംഗിയില്ലേ? അതുപോലെ ഇപ്പുറത്ത് ഒട്ടിച്ചിരിക്കുന്ന ആ ഇലയുടെ തണ്ടിൽ പിടിച്ച് ഇങ്ങനെ മാറ്റി കൊടുക്കാതെ. കണ്ടോ, നല്ല ഭംഗിയില്ലേ? അതുപോലെ ഇപ്പുറത്ത് ഒട്ടിച്ച് കൊടുത്തിട്ടില്ലേ, ആ ഇലയുടെ തണ്ടിൽ പിടിച്ച് ഇങ്ങനെ മാറ്റി കൊടുക്കാതെ. കണ്ടോ, നല്ല ഭംഗിയില്ലേ? നല്ല രസമില്ലേ? കണ്ടോ, അതാണ് ഞാൻ പറഞ്ഞത്. അരയ്ക്കാൻ അറിയാൻ മേലാത്തവർക്കൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് ബോട്ടിലായിട്ടാണ്. അടിപൊളിയായിട്ടില്ലേ? അല്ലെ, സൂപ്പറായിട്ടില്ലേ? ഇതാ ഞാൻ പറഞ്ഞേ, നമുക്ക് വരയ്ക്കാൻ അറിയണമെന്നൊന്നുമില്ല. ഇതുപോലെയുള്ള ചെറിയ ചെറിയ ഐഡിയ പ്രയോഗിച്ചാൽ മതിയേ. കണ്ടോ, സൂപ്പറായിട്ടില്ലേ? ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് എല്ലാവർക്കും ഇപ്പം നന്നായിട്ട് വരയ്ക്കാൻ അറിയണമെന്നൊന്നുമില്ലല്ലോ. അങ്ങനെ വരയ്ക്കാൻ അറിയാൻ വയ്യാത്തവർക്കും ബോട്ടിൽ ആർട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷേ അത് വരയ്ക്കാൻ അറിയില്ല എന്നൊക്കെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളൊരു എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയുള്ളൊരു ഐഡിയ ആണിതേ.
അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഷെയർ ചെയ്യാൻ മറക്കരുതേ. ആർക്കെങ്കിലുമൊക്കെ ഉപകാരമാവുകയാണെങ്കിൽ ആകട്ടെ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.